KSU തെക്കൻ മേഖലാ ക്യാമ്പിലെ തമ്മിൽ തല്ലിൽ KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യും. സംഘർഷത്തിൽ ഉൾപ്പെട്ട തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെയായിരിക്കും നടപടി. ക്യാമ്പിലേക്ക് KPCC പ്രസിഡന്റ് K. സുധാകരനെ ക്ഷണിക്കാതിരുന്നതിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനോട് കമ്മീഷൻ വിശദീകരണവും ചോദിക്കും. തമ്മിൽത്തല്ലിൽ KSU നേതൃത്വത്തെ കുറ്റപ്പെടുത്തി KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഇന്നലെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ക്യാമ്പ് നടത്തിപ്പിൽ KSU നേതൃത്വത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട്. KSU നേതൃത്വത്തിലെ ഒരു വിഭാഗം വിഭാഗീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. KPCC പ്രസിഡന്റ് K. സുധാകരനെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചെന്നായിരുന്നു KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് തെറ്റാണെന്നാണ് അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. ക്ഷണിക്കാതിരുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കുട്ടികളല്ലേ എന്ന പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. കുട്ടികളല്ലേ, കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം പരിധി വിട്ടു പോയിട്ടുണ്ടോ അല്ലയോ എന്ന് KSU തന്നെ അത് അന്വേഷിക്കും. അതിന്റെ മീതെ NSUI കമ്മിറ്റി ഉണ്ട്, അവരൊരു തീരുമാനമെടുക്കും. പാർട്ടി അറിയാതെ നെയ്യാറുടെ തമ്മിൽ പരിപാടി നടക്കും. 2 ദിവസത്തിനകം വിശദ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷനോട് സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ അച്ചടക്ക നടപടി ശുപാർശ ചെയ്യാനാണ് കമ്മീഷൻ ആലോചിക്കുന്നത്. KSUവിന്റെ തുടർ പ്രവർത്തനങ്ങൾ KPCCയുടെ മേൽനോട്ടത്തിലാക്കാനും നിർദ്ദേശം വന്നേക്കും. മീഡിയ 1 തിരുവനന്തപുരം.